കരുനാഗപ്പള്ളിയിലുണ്ടായത് പ്രാദേശിക പ്രശ്നങ്ങളാണെന്നും വിഭാഗീയതയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി അപമാനകരമായ നിലപാട് സ്വീകരിച്ചെന്ന് വരുത്തുവാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്നും അതിനായി വലിയ പ്രചാരമാണ് മാധ്യമങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ആയിരക്കണക്കിന് ബ്രാഞ്ച് ഏരിയ സമ്മേളനങ്ങൾ നടന്നു. അവിടെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളിയിലേത് ഒറ്റപ്പെട്ട സംഭവമാണ്. സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത് ആരോഗ്യകരമായ രീതിയിലാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി വിരുദ്ധമായ ഒരു പ്രവണതയും വെച്ചു പൊറപ്പിക്കില്ലെന്നും ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുന്ന കോൺഗ്രസിന്റെ രീതിയല്ല CPM-ന്റേതെന്നും പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടെന്നും വ്യക്തമാക്കിയ അദ്ദേഹം പ്രാദേശിക തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അതാത് സമയത്ത് ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും പ്രതികരിച്ചു. പ്രശ്നങ്ങളെ തുടർന്ന് കരുനാഗപ്പള്ളി CPM ഏരിയ കമ്മിറ്റി കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് നടപടിയെടുത്തത്. സമ്മേളനത്തിൽ പുതിയ നേതൃപാനൽ അവതരിപ്പിച്ചതിലെ എതിർപ്പിനെ തുടർന്ന് കരുനാഗപ്പള്ളിയിൽ CPM വിമതരുടെ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. തൊടിയൂർ, ആലപ്പാട്, കുലശേഖരപുരം സൗത്ത് ഉൾപ്പെടെ 5 ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അഴിമതിക്കാരായവരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യമുയർത്തിയായിരുന്നു പ്രതിഷേധം. തുടർന്നായിരുന്നു ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി. പാർട്ടിക്ക് യോജിക്കുന്ന നിലയല്ല സ്വീകരിക്കുന്നത്. അങ്ങനെ വരുന്ന ഏത് പ്രവണതയെയും പാർട്ടി ഒരു തരത്തിലും വെച്ച് പൊറിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. പാർട്ടിക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ് പാർട്ടി നിർവഹിച്ചത്. അപമാനം ഒന്ന് നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. മാധ്യമങ്ങളുടെ ഒരു ഭാഷയാണ്. യഥാർത്ഥങ്ങൾ ഗൗരവത്തിൽ ആലോചിക്കുകയും പാർട്ടി സംഘടനാ രംഗത്ത് സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ ഒന്നുമില്ലാത്ത ചില പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി ഗൗരവപൂർവ്വം ആലോചിച്ച് സംഘടനാപരമായ കർശനമായൊരു നിലപാട് സ്വീകരിച്ചു. ആ കർശനമായ നിലപാട് പിന്നെ എങ്ങനെയാണ് അപമാനകരമായ നിലപാടാകുക? അപ്പോൾ നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടി എന്തോ അപമാനകരമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വരുത്താനാണ്. യഥാർത്ഥത്തിൽ പാർട്ടി കറക്ഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. തെറ്റായ ഒരു പ്രവണതയെയും പാർട്ടി വെച്ച് പൊറുപ്പിക്കില്ല. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യാനും പാർട്ടി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുള്ളൂ എന്ന കൃത്യമായ മെസ്സേജാണ്, എന്ന കൃത്യമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയത്. അതിനെ പാർട്ടി വിരുദ്ധമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചാരവേലയാണ് ഇന്നലെ പാർട്ടി ആ നിലപാട് സ്വീകരിച്ചത് മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ലോകത്തിൻ്റെ മുമ്പിലെ ഏറ്റവും ശരിയായൊരു ഉദാഹരണം മാത്രമാണ്. അതാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ വിഭാഗീയത എന്ന് പറയുന്നത് അവിടെയുണ്ടായ പ്രാദേശികമായ ചില പ്രശ്നങ്ങളാണ്. അതിൽ വേറെ ഒരു വിഭാഗീയത എന്നത് കാണാനില്ല. പാർട്ടിക്ക് യോജിക്കുന്ന നിലയല്ല സ്വീകരിക്കുന്നത്. അങ്ങനെ വരുന്ന ഏത് പ്രവണതയെയും പാർട്ടി ഒരു തരത്തിലും വെച്ച് പൊറിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. അതിനെന്ത് വേണമെന്ന് വിളിക്കാം. ഒറ്റപ്പെട്ട സംഭവമാണ്. 38,000 ബ്രാഞ്ച് സമ്മേളനം നടന്നല്ലോ. ഒറ്റപ്പെട്ട സംഭവമായിട്ടില്ല. അവിടെ ഇവിടെ ഏതെങ്കിലും ചില പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ആയിരക്കണക്കിന് ലോക്കൽ സമ്മേളനങ്ങൾ നടന്നല്ലോ. ആ സമ്മേളനങ്ങളിൽ ഇതുപോലെ വളരെ അപൂർവമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ 207 ഏരിയ സമ്മേളനം നടക്കാൻ പോവാണ്. എവിടെയും കാര്യം ഗൗരവതരമായി ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകുമെന്നുള്ളതിൻ്റെ തെളിവാണ് സമ്മേളനങ്ങളുടെ ഇന്നത്തെ അനുഭവം. അതുകൊണ്ട് സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത് വളരെ ആരോഗ്യകരമായ രീതിയിൽ തന്നെയാണ്. ഊണിത്തുറയിൽ വേറൊരു പ്രശ്നമാണ്. അത് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രശ്നങ്ങൾ പാർട്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആരെയും സംരക്ഷിക്കുകയല്ല ചെയ്യുക. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. കോൺഗ്രസ് ധീരജനെ പോലെയുള്ള ഏറ്റവും ശ്രദ്ധേയനായ പാർട്ടി കേഡറെ, SFI നേതാവിനെ വെട്ടിക്കൊന്ന പഴി എൻ്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് സംരക്ഷിച്ച രീതിയുണ്ടല്ലോ. ആ രീതിയല്ല CPM-ൻ്റെ രീതി. കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും സ്വീകരിക്കും. ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന അപ്പോൾ ഇടപെടും, ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതുതന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. തിരുവല്ലയിൽ മാത്രമല്ല, എവിടെയും ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലുടനീളമാണ് പറയുന്നത്. കേരളത്തിലെ പാർട്ടി ഏതെങ്കിലും തെറ്റിനോട് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസ് ഇല്ല. കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി കറക്ഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ
നിങ്ങൾ വലിയ ബേജാറാവേണ്ട യാതൊരു കാര്യമില്ല. അതും ഇത് തന്നെ അതുപോലെ തന്നെ ചില പ്രശ്നം സമാന്തരമൊന്നുമില്ല. എന്ത് കൺവെൻഷൻ മുതൽ വേറെ ആരെങ്കിലും പോയിട്ട് കൺവെൻഷൻ നടത്തുന്നത് സമാന്തര കൺവെൻഷൻ, ആരെങ്കിലും പോയിട്ട് കൺവെൻഷൻ നടത്തി സമാന്തര കൺവെൻഷൻ പറയും. അത് നിങ്ങളുടെ ഭാഷയാണ്, പത്രഭാഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭാഷ. അവിടെയൊക്കെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകുന്നില്ല. അതൊന്നും ഒരു പ്രശ്നമുള്ള വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല.